ഞാൻ ഈ പറയാൻ പോണ കാര്യം ഇത് കേൾക്കണ എല്ലാവരും ദയവ് ചെയ്ത് ശ്രദ്ധപൂർവ്വം ഉൾക്കൊള്ളണം. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഒരു കണ്ണൂരുകാരിയായ ഒരു സ്ത്രീ എനിക്ക് കോൾ ചെയ്യണത്. ഭയങ്കര വിഷമത്തോടെ ഇടറിയിട്ട് ആ ശബ്ദം കേട്ടാൽ എത്ര ഡിപ്രഷനിലാണ് ആ ഒരു കോൾ എനിക്ക് ചെയ്യണത് എന്നുള്ളത്. ആ സ്ത്രീ ശബ്ദമിടറിക്കൊണ്ട് എന്നോട് ഇങ്ങനെ പറയാണ്, ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പ്രാണന് പോലെ കരുതുന്ന എൻ്റെ എല്ലാമായ അയാൾ കഴിഞ്ഞിട്ടേ എനിക്ക് മറ്റൊരു വ്യക്തിയുള്ളൂ. അത്രക്കും ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ഹസ്ബൻഡ് ഇന്ന് ഉച്ചയ്ക്ക് കഞ്ഞിയിൽ ഉപ്പ് കുറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ ചിറിക്ക്, ഈ മുഖം എന്നുള്ളത് മനുഷ്യൻ ഏറ്റവും കൂടുതൽ സുന്ദരമായി കൊണ്ടു നടക്കുന്ന ഒരവയവമാണ്. അതിലേക്കൊരു 4 അടി ഏറ്റവും സ്നേഹിക്കുന്നൊരു വ്യക്തി തല്ലിയാൽ എങ്ങനെ ഉണ്ടാകും? അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഇന്ന് എന്നോട് ഉച്ചയ്ക്ക് പെരുമാറിയെന്ന്, അതും ഞാൻ ബ്ലീഡിങ്ങിൻ്റെ സിറ്റുവേഷനിലാണ്. ഈ വീഡിയോ ശ്രവിക്കുന്ന എൻ്റെ പൊന്നു ഭർത്താക്കന്മാരോട്, അതല്ലെങ്കിൽ എല്ലാ മക്കളോടും എനിക്ക് പറയാനുള്ളത്, ഈ പ്രപഞ്ചത്തിൽ, ഈ ജീവിതത്തിൽ ഒരു സ്ത്രീയേക്കാൾ മറ്റൊരു പോരാളി ആരുമില്ല. അമ്മയാവട്ടെ, പെങ്ങളാവട്ടെ, മകളാവട്ടെ, ഒരു സ്ത്രീയായി ജന്മം കൊണ്ടിരുന്നെങ്കിലേ ഉള്ളൂ അതിൻ്റെ വേദനയും ഡിപ്രഷൻസും വിഷമങ്ങളും നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഒരാണായതുകൊണ്ട് അത് അത്രയും നമ്മൾ തിരിച്ചറിയാൻ കഴിയണമെന്നില്ല. ഓരോ മക്കൾക്കും ജന്മം കൊടുക്കുന്ന സമയത്ത് ഒരമ്മ, അതല്ലെങ്കിൽ ഒരു ഉമ്മ സഹിച്ചൊരു വേദനയുണ്ട്. ഒരു മരണത്തിൻ്റെ വേദനയുടെ പകുതി വേദനയാണെന്ന് പറയുമ്പോൾ മരണത്തിൻ്റെ വേദന തന്നെ അസഹനീയമാണ്. അതിൻ്റെ പകുതി വേദന ഓരോ മക്കളുടെയും ജന്മസമയത്ത് ഓരോ മാതാവും സഹിക്കുന്നുണ്ട്. ഓരോ സ്ത്രീകളും മാസം തോറും അനുഭവിക്കുന്ന ബ്ലീഡിങ്ങിൻ്റെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ സിറ്റുവേഷനിൽ ചിലപ്പോൾ നിങ്ങൾ അതുവരെ കണ്ട ഒരു ക്യാരക്ടർ ആയിരിക്കില്ല ആ സമയത്ത് ഒരു സ്ത്രീയിൽ നിന്ന് രൂപപ്പെടുക. വേദനകൾക്കപ്പുറം അവളിൽ രൂപപ്പെടുന്ന സാഡ് മുഹൂർത്തങ്ങളും സിറ്റുവേഷൻസും ഡിപ്രഷൻസും അതിജീവിക്കാൻ വേണ്ടി പല ശൈലികളും അല്ലെങ്കിൽ പല ക്യാരക്ടറും, നിങ്ങൾ കാണാത്ത പല സ്വഭാവ രീതികൾ അവളിൽ ആ ടൈമിൽ കാണപ്പെടും. അത് തിരിച്ചറിയാൻ ഒരു ഹസ്ബൻഡിന് സാധിക്കുന്നില്ലെങ്കിൽ ഒന്ന് സ്വന്തമായി വിചിന്തനം നടത്തുക. നീ ഒരു നല്ല ഹസ്ബൻഡാണോ? അതില്ലാത്ത സമയത്ത് നിന്നെ എത്ര സ്നേഹിക്കുന്നു, ആ ഒരു സ്നേഹം ഉൾക്കൊണ്ട നീയാണെങ്കിൽ ആ ഒരു മെൻസസ്, ആ ഒരു ബ്ലീഡിങ് ഉണ്ടാവുന്ന സമയത്തും ആ സ്ത്രീയെ റെസ്പെക്റ്റ് ചെയ്യാൻ, ആ സ്ത്രീയെ തിരിച്ചറിയാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ നീ ഒരു ഹസ്ബൻഡാണോ? ആ ഒരു സമയത്ത് സ്വന്തം ഭാര്യയോടുകൂടെ, ഒരു സ്ത്രീയോടുകൂടെ എന്നും കരുതലും കാവലും സ്നേഹവും വാത്സല്യവും ലാളനുമായിട്ട് എന്നും നമ്മൾ അവരോട് കൂടെ നിൽക്കുമ്പോഴുള്ളൂ അവർക്കൊരു സാന്ത്വനവും സമാധാനവും ഒരു ആശ്വാസവും കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. ആ ഒരു കണ്ണൂരുകാരി വേദനയോടെ ഈ ബ്ലീഡിങ് സിറ്റുവേഷനിൽ അത് ആ സ്ത്രീയുടെ ഭർത്താവ് അത്തരത്തിൽ പെരുമാറിയത് കൊണ്ട് ജസ്റ്റ് ഒന്ന് എല്ലാവരിലേക്കും ഷെയർ ചെയ്തു എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ്.